ഫ്ളാറ്റിൽ യുവതിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ അറസ്റ്റിലായ മാർട്ടിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് പോലീസ് വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയം അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് ഇയാളെ കൂടി ലൊക്കേറ്റ് ചെയ്ത് പിടിച്ച ഒരു സംഭവമായിരുന്നു. ഈ കേസിലെ ഈ ഒന്നാം പ്രതി മാർട്ടിൻ ജോസഫ് അല്ലാതെ ഇയാളുടെ സുഹൃത്തുക്കളായ ധനേഷും ഒരു ശ്രീരാഗ്, ഒരു ജോൺ ജോയ്, ഇവരെ കൂടി നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കുറ്റം ഹാർബറിംഗ് ഓഫ് എ ക്രിമിനൽ, ഒരു പ്രതിയെ എസ്കേപ്പ് ചെയ്യാനും അയാളെ കൺസീൽ ചെയ്യാനും ഹാർബർ ചെയ്യാനുള്ള ഒരു കുറ്റമാണ്. ഈ കേസിലെ ഒരു നമ്മൾ വാഹനങ്ങൾ കൂടി പിടിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച ബൈക്ക്, ഈ എസ്കേപ്പ് ചെയ്യാനുള്ള ബൈക്കുകളും സ്വിഫ്റ്റ് കാറും, ആദ്യം കൊച്ചിയിനെ ഇവിടുന്ന് മാറിപ്പോവാൻ ഉപയോഗിച്ച കാറും, അവിടെ ഉപയോഗിച്ച ഒരു BMW കാറും, അവിടെ വേറൊരു മോട്ടോർ സൈക്കിളും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ കേസിൽ നമ്മൾ ഇനി ഇവരുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഇവരുടെ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ്, ഇവരുടെ വരുമാനം മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും ലക്ഷൂറിയസ് ആയിട്ട് ഇത്രയും കാറുകളും ഇത്രയും റെന്റ് കൊടുത്തിട്ട് ഇത്ര വലിയ വലിയ ഫ്ലാറ്റുകളും ഉപയോഗിച്ച് എങ്ങനെ കഴിയാണ്, ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ കേസ് മാത്രമല്ല, ഇങ്ങനെ വേറെ ഒരു കേസ് കൂടി ഈ മാർട്ടിൻ ജോസഫിനെതിരെ റിപ്പോർട്ടായിട്ടുണ്ട്. വേറെ ഒരു യുവതി കൂടി ഈ മാർട്ടിൻ ജോസഫ് അവരെ ഉപദ്രവിച്ചു, 54 IPC, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൻ, ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെയാണ് രജിസ്റ്റർ ചെയ്തത്. ഇങ്ങനെ ഇനി ആരെങ്കിലും വിക്ടിംസ് ഉണ്ടോ, ഈ ഗാംഗിലെ പെട്ടവരുടെതിരെ വേറെ ഇനി എന്തെങ്കിലും പരാതികളുണ്ടോ കൂടി നമ്മൾ അന്വേഷിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതിലെ ഒരു പ്രതിക്ക് തൃശ്ശൂരിലെ NDPS കേസ്, ഗഞ്ചാവ് കേസ് കൂടി ഉള്ളതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ടായിട്ട് ഇവർ ഒരു കേസിൽ പെടാതെ ഇങ്ങനെ സിറ്റിയിലെ മറ്റ് ഡിസ്ട്രിക്ട്സിലെ അങ്ങോട്ട് ഇങ്ങോട്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചാലഞ്ച്. വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ഡെപ്ത് ഇൻ ടു ദിസ് ആക്ടിവിറ്റീസ്. നോട്ട് ഓൺലി ദിസ്, ജില്ലയിലുള്ള എല്ലാ റെസിഡൻഷ്യൽ അസോസിയേഷൻസിനെ ബന്ധപ്പെട്ടിട്ട് അതിലെ സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ഡൊമസ്റ്റിക് വയലൻസോ ഡൊമസ്റ്റിക് അബ്യൂസോ പുറത്തേക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരു വിക്ടിംസ് ഉണ്ടോ എന്ന ഒരു ഇൻഫർമേഷൻ കൂടി നമ്മൾ ഒരു സ്പെഷ്യൽ ഡ്രൈവായിട്ട് കളക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിലെ നാട്ടുകാരുടെ സഹായം, ഈ റെസിഡൻഷ്യൽ ഭാരവാഹികളുടെ സഹായം വളരെയേറെ ആവശ്യമാണ്. ഇന്നലെ നമ്മൾ ഈ പ്രതിയെ പിടികൂടിയ ഈ സംഭവം കൂടി നാട്ടുകാരുടെ സഹായം ഉണ്ടായിരുന്നു. ഒരു 250ഓളം ആൾക്കാർ, അവിടുത്തെ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്, അവിടുത്തെ പഞ്ചായത്ത് ആൾക്കാർ, അവിടുത്തെ റാപ്പിഡ് റെസ്പോൺസ് ടീംസ്, യൂത്ത്, എവ്രിബഡി ഹെൽപ്ഡ് അസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിഷ്വൽസ്. നമ്മളെ എങ്ങനെയുള്ള ഒരു ഡിഫിക്കൽട്ട് ടെറൈൻ ആയിരുന്നു, ചതുപ്പും കാടും ഇരുട്ട്, ഒരു റിവേഴ്സ് ഒക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഈ സ്ഥലങ്ങളിൽ നമ്മൾ എത്തിയത്. അത് ഒരു പോലീസിനെ കൂടുതൽ ഒരു ഫെമിലിയാരിറ്റി ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതിലെ തൃശ്ശൂർ സിറ്റി പോലീസിൻ്റെ വളരെയേറെ സഹായം ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു അറസ്റ്റിലെ നല്ല ഒരു പങ്ക് വെച്ചത് നമ്മൾ SHO നിസാർ ആൻഡ് ടീം, അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് ഉണ്ട്, under the leadership of our ACP and Thrissur City Medical College SHO Sri Anantlal and his team, Thrissur City Police Commissioner ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു 30ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഈ കോമ്പിങ് ചെയ്യാൻ നമുക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിരുന്നത് നോക്കിയിട്ട് നാട്ടുകാർക്ക് തന്നെ മീഡിയയിലെ വിഷ്വൽസ് ഒക്കെ നോക്കിയിട്ടാണ് അവർക്ക് തോന്നുന്നത് ഇയാൾ പിടിക്കണം എന്നുള്ളൊരു വാശി കൊണ്ടാണ് പബ്ലിക്കൊക്കെ വന്നിട്ട് നമ്മളെ പിടികൂടാൻ സഹായിച്ചത്. അതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്.
ഇത്രത്തോളം ഡൊമസ്റ്റിക് വയലൻസ് ഇത് ലിവ് ഇൻ റിലേഷൻഷിപ്സ് ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദർ ഇസ് നോ വയലൻസ് ഇൻ എ ലിവ് ഇൻ. ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരുപാട് നമ്മൾ ഓരോ മാസം വി ആർ ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 10 cases of such violence, whether it is violence or 376 allegation of a rape. We are registering cases, and most of the cases idile victim is living with the either in a marital relationship or in a relationship with the accused. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഇങ്ങനെ റിപ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സ്പെഷ്യൽ ഫോക്കസ് ആയിട്ട് ഇങ്ങനെയുള്ള കേസസ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. ബിക്കോസ് ദീസ് ആർ നോട്ട് ഗെറ്റിംഗ് റിപ്പോർട്ടഡ് ബിക്കോസ് ഈ കേസിൽ തന്നെ ഈ വിക്ടിം വാസ് ട്രോമറ്റൈസ്ഡ്, ഹറാസ്ഡ് ആൻഡ് ത്രെറ്റൻഡ് വിത്ത് കോൺസിക്വൻസസ് ദാറ്റ് ഇത് നിങ്ങൾ പുറത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് പുറത്തേക്ക് വിടും, ഇത് നിങ്ങൾ പുറത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപദ്രവിക്കും. വളരെ വളരെ ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഉപദ്രവമായിരുന്നു ഈ കേസിൽ നമ്മൾ കണ്ടത്. ഇങ്ങനെയുള്ള കേസസ് നമ്മൾ ഒരു സ്പെഷ്യൽ ഫോക്കസ് ആയിട്ട് തന്നെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിലെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം 7-ാം തീയതിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതിന് ഒരു മാസം മുൻപ് തന്നെ പരാതി ലഭിച്ചിരുന്നു. പക്ഷെ 8-ാം തീയതി മാത്രമാണ് ഈ പ്രതി കാക്കനാട് ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതായത് ഇത്രയധികം ചർച്ച ചെയ്തിട്ടും ഒരു ദിവസം കഴിഞ്ഞിട്ടും കൊച്ചിയിൽ, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ കൊച്ചിയിൽ ഈ പ്രതി ഉണ്ടായിരുന്നു. എന്താണ് പോലീസിന് സംഭവിച്ചത്, കൊച്ചി സിറ്റി പോലീസിന്? ഇതിലെ ഈ നമ്മുടെ CCTV ഒരെണ്ണം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 7-ാം തീയതി ഈ വാർത്തയിലെ ഉള്ള ഫോട്ടോസ് വളരെ ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിൻ്റെ ഗ്രാവിറ്റി, ഈ കേസിൻ്റെ ഗ്രാവിറ്റി മനസ്സിലായി. ശരിക്കും ഇതിലെ ഉള്ള ഇഞ്ചുറീസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10ഓളം കേസസ് റിപ്പോർട്ടാവുന്നു ഓരോ ജില്ലയിലെ ഓരോ മാസം. അപ്പോൾ ഈ കേസിലെ ഇത്രയും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉള്ളതായിട്ട് നമ്മളെ ശരിക്കും ശ്രദ്ധയിൽ വെട്ടത് അന്നായിരുന്നു. ആ ഒരു ശ്രദ്ധ വന്ന ഉടനെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഊർജിതം ആയപ്പോൾ ഇവർ ഈ അക്യൂസ്ഡ് വാസ് ഓൾവേസ് അബ്സ്കോണ്ടിങ്. കാരണം FIR രജിസ്റ്റർ ആയ ശേഷം നമ്മൾ 2-3 തവണ ഇയാൾ നമ്മൾ പുറകിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ കണ്ട പോലെ തന്നെ ഇത്രയും അധ്വാനിച്ചിട്ട് ഇത്രയും ടീംസ് വെച്ചിട്ട് തന്നെ നമുക്ക് 3 ദിവസം എടുത്തു ഇയാളെ പിടിക്കാൻ. അതിന് മുമ്പുള്ള സമയങ്ങളിൽ കൂടി നമ്മൾ എഫേർട്സ് ഉണ്ടായിരുന്നു, പക്ഷേ പിടികൂടാൻ പറ്റിയിട്ടില്ല. ഇത്ര ഫോക്കസ് ഇല്ലായിരുന്നു, അത് നമ്മൾ സമ്മതിക്കാം. ഇത്ര ഫോക്കസ് ഇല്ലായിരുന്നു, ഇത്രയും റിസോഴ്സസ് നമ്മൾ വെക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അന്നത്തെ ആ എഫേർട്സിൽ അദ്ദേഹത്തിനെ പിടികൂടാൻ പറ്റിയിട്ടില്ലായിരുന്നു, അത് ശരിയാണ്. പക്ഷേ ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇയാളെ പാസ്പോർട്ട് എടുത്തു, പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ലുക്കൗട്ട് സർക്കുലർ എല്ലാ എയർപോർട്ട്സിന് കൊടുത്തു. ഇയാളുടെ ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഇടയ്ക്ക് എല്ലാവർക്കും അറിയാം മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പിടിക്കപ്പെടുമെന്ന്. ഓ, അതൊരു ചാലഞ്ചാണ് നമുക്ക്. കാരണം ഈ പ്രതികളൊക്കെ ഇത് ഉപയോഗിക്കാൻ നിർത്തുന്നുണ്ട്. സോ അതൊരു എക്സ്ട്രാ ചാലഞ്ചാണ്. രണ്ടാമത്തെ കാര്യം, ഇയാൾ ബെയിൽ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബെയിൽ നമ്മൾ അതിന് പുറകിൽ പോയിട്ട് അതിൽ റിജക്ട് ചെയ്യിപ്പിച്ചു. അതിനെ ഇപ്പോൾ അപ്പീൽ പോയിട്ടുണ്ട്, അതും നമ്മൾ റിജക്ട് ചെയ്യും. എന്തായാലും ഇപ്പോൾ അറസ്റ്റായി. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് ആൻഡ് എഫേർട്സ് വർ ഡെഫിനറ്റ്ലി മോർ വെൻ ഇറ്റ് ബിക്കം സെൻസേഷണൽ. ദാറ്റ് വി വിൽ ആക്സെപ്റ്റ്. ബട്ട് വി കനോട്ട് ആക്സെപ്റ്റ് ദാറ്റ് വി ഡിഡ്ന്റ് ഡു എനിത്തിങ്. ബിക്കോസ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കുകൾ ഉണ്ടെങ്കിൽ no police force in anywhere will ignore such an offense. We have made our efforts and we were successful with all the support. ഇയാൾക്കെതിരെ മറ്റ് പരാതികൾ 2 മാസം മുമ്പ് ഏപ്രിൽ 8-നാണ് അവർ പരാതി കൊടുത്തത്. 2 മാസം പോലീസ് അതിലൊന്നും ചെയ്യാതിരിക്കുകയും ആ പെൺകുട്ടി റിലീസ് ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നത്. ഈ 2 മാസം പോലീസ് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് ശരിക്കും ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി വേണ്ട അത്രയും വലിയ ഗുരുതരമായ ഒരു കുറ്റം തന്നെയല്ലേ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച. നമ്മളൊരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇരുന്നതെന്ന് ശരിക്കും ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കുകളുള്ള ആണെങ്കിൽ ഉടൻ തന്നെ അത് ഹയർ അപ്സിനെ അറിയിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണ് റിപ്പോർട്ടാക്കാൻ പറ്റാത്തത് എന്നുള്ള കാര്യത്തിനോട് നമ്മൾ എൻക്വയറി തുടങ്ങിയിട്ടുണ്ട്.
അത് നമ്മുടെ ഫ്യൂച്ചർ കേസസിൽ അങ്ങനെ ഇനി ആ വീഴ്ച വരാതിരിക്കാനും പെട്ടെന്ന് എന്നെങ്കിൽ ഏറ്റവും താഴെ തട്ട് ലെവലിൽ ഓഫീസേഴ്സ് നോട്ട് ചെയ്ത ഉടനെ അത് എസ്കലേറ്റ് ചെയ്യണം എന്നുള്ള ഒരു SOP വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. സർ, ആരാണ് എൻക്വയറി നടത്തുന്നത്? അതിന്റെ നമ്മൾ ഓഫീസേഴ്സ് തന്നെ, സാറാണോ ലീഡ് ചെയ്യുന്നത്? ACP, നമ്മുടെ ACP. സാർ, കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ വന്നിട്ടുണ്ടോ? ഒരു കേസ് കൂടി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു കേസ് not clear, please, what you are saying. ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ വി ആർ ഗോയിങ് ടു ഗിവ് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ദിസ് ബിക്കോസ് ഈ ഒരു സെൻസേഷണൽ ഈ ക്രൈം കേസ് സെൻസേഷണൽ ആയ ശേഷം ഒരുപാട് പരാതികൾ കൂടി നമുക്കിപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ സംസാരിക്കാതെ വിക്ടിംസ്, ഇതുവരെ സംസാരിക്കാതെ കംപ്ലൈനൻസ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ട് അവർക്കൊരു ധൈര്യം വന്നു. നമ്മളിപ്പോൾ ഒരു റിവ്യൂ നടത്താൻ പോവുകയാണ്. ഈ ഇടയ്ക്ക് റിപ്പോർട്ടായ ഈ സെക്ഷൻസ് ഉള്ള കേസസിലെ എല്ലാ കേസസിലെ എങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉള്ള കേസസോ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹറാസ്മെന്റ് ഉള്ള കേസസോ നമ്മളൊന്ന് റിവ്യൂ നടത്തിയിട്ട് അതിന് ഊർജിതമാക്കാൻ പോവുകയാണ്. പറയുന്ന കേസ് എനിക്ക് മനസ്സിലായില്ല കറക്റ്റ്. എലമക്കരയിലെ നമ്പറല്ല, അക്യൂസ്ഡ് പേര് പറയണം. പ്രതിയുടെ പേര് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന് നമുക്ക് പിന്നീട് വേറെ സംസാരിക്കാം. We can speak because if it is under investigation, accused is not arrested if at all, then we will not speak here because it's better to we'll take a look at those bunch of cases. Thank you. ഹബ്ബാവുമ്പോഴും പോലീസിന് എന്തുകൊണ്ട് ജാഗ്രത പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ ചോദ്യം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. ഇത് ഇപ്പോൾ തന്നെ ഈ ഒരു കേസ് ഇത്രയധികം പോലീസ് ശ്രദ്ധ കൊടുക്കാൻ കാരണം ഇത് മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് മാത്രമാണ്. സമാനമായ നിരവധി കേസുകളുണ്ട്. എന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു പരിശോധന നടത്തിയിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതില് എനിക്ക് വിക്ടിംസ് തന്നെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ത്രെറ്റനിങ് ഈ കേസസിലെ മൊത്തത്തിലെ ഒരു ഇൻബിൽട്ട് ത്രെറ്റ് ഉണ്ട്. അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഈ ക്രിമിനലുകളുടെ ശക്തി വർദ്ധിക്കുന്നതുകൊണ്ടാണോ? എന്താണ് ഇതിന്റെ? നമുക്ക് ഈ കേസിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഈ കേസിലുള്ള വിക്ടിം ഫ്ലാറ്റിന് ഓടി വന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് 2-2:30 ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഓടി റോഡിലോട്ട് എത്തി. ആ സമയത്ത് ഈ പ്രതി പുറത്ത് ഫുഡ് എടുക്കാൻ പോയതാണ്. അതുവരെ ഒരു 10 ദിവസത്തോളം അകത്ത് റോങ്ഫുൾ ആയിട്ട് റിസ്ട്രെയിൻ ചെയ്ത ഒരു സംഭവമാണ്. ഈ സ്ത്രീ പുറത്തേക്ക് ഓടി വന്നിട്ട് പോകുന്ന ഒരു ബൈക്കുകാരെ നിർത്തിയിട്ടാണ് എനിക്ക് ലിഫ്റ്റ് വേണം, ടാക്സി സ്റ്റാൻഡ് പോകണം, പോലീസ് സ്റ്റേഷൻ അല്ല ടാക്സി സ്റ്റാൻഡ് പോകണം എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നേരെ ടാക്സി സ്റ്റാൻഡിലോട്ട് കൊണ്ടുപോയി. എന്നിട്ടും ഈ വിക്ടിമിനെ ഇറങ്ങാൻ ധൈര്യമില്ല. ടാക്സി എടുക്കാൻ എവിടെ പോകണമെന്ന ഒരു പേടി. ഇത്രയും പേടി കണ്ടിട്ടാണ് അദ്ദേഹം തീരുമാനിച്ചു സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകണമെന്ന്. ഇവിടെ മുട്ടത്ത് എത്തുമ്പോഴാണ് a victim is not willing to get into the station. She says she is afraid of the repercussions. ഈ പ്രതി എന്നെ എന്താ ചെയ്യും? എൻ്റെ വീഡിയോസ് ഉണ്ട്, എൻ്റെ റെക്കോർഡിങ്സ് ഉണ്ട്. ഇതൊക്കെ പുറത്തേക്ക് ഇനി എൻ്റെ ഇത് ശല്യമാകാൻ പോവുകയാണ്. ഈ ഒരു വിക്ടിമൈസേഷൻ ആൻഡ് ഫ്യൂച്ചർ റിപ്പർക്കഷൻസിനെ പേടിച്ചിട്ടാണ് വിക്ടിംസ് ഒരുപാട് പേര് ഇങ്ങനെ പുറത്തേക്ക് വരാതിരിക്കാൻ. അതായത് മാസത്തിൽ 4 തവണയെങ്കിലും നമ്മുടെ പോലീസ് വീഡിയോസ് ഇറക്കുന്നുണ്ട്, ഞങ്ങൾ സംരക്ഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ടും ജനത്തിന്റെ വിശ്വാസം നമ്മൾക്ക് ആർജിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം പോലീസിനിടയിൽ തന്നെ നിരവധി വീഡിയോസ് പുറത്തു വരുന്നുണ്ട്, ആൽബമായിട്ടും അതേപോലെ തന്നെ ടെലിഫിലിമായല്ല. അതൊരു മൊത്തത്തിലുള്ള ഒരു ഫെനോമിനാണ് ഇദ്ദേഹം പറയുന്നത്.
police has no control over social phenomenon. What is happening in the society? We are from the society. We are for the society. We cannot change every factor. But ultimately it becomes an issue which we have to deal. ഈ ഇഷ്യൂലെ തന്നെ കോവിഡ് ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ്, എക്സാമ്പിൾ. ബട്ട് അൾട്ടിമേറ്റ്ലി ലോക്ക്ഡൗൺ എൻഫോഴ്സ് ചെയ്യേണ്ടത് പോലീസാണ്. ജനങ്ങളുടെ ബിഹേവിയറാണ് അതിൽ മുഖ്യം. സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം, മാസ്ക് വെക്കണം. അതൊരു ഇൻഡിവിജ്വൽ ഡെസിഷനാണ്. ഓരോരാളുടെ മൈൻഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് എൻ എൻഫോഴ്സ്മെന്റ് ഇഷ്യൂ. ലൈക്ക് ദാറ്റ് സൊസൈറ്റൽ പ്രോബ്ലംസ് വെൻ ദേ ബിക്കം ക്രൈംസ്, it becomes a police issue only when it becomes a crime. So we cannot be held responsible. Police cannot be responsible for all the problems in the society. We will be responsible for when it comes to our doorstep. So that is the promise we are giving. If somebody comes to our doorstep, we will ensure justice. ഈ പ്രതിയുടെ സാമ്പത്തികപരമായിട്ടുള്ള വളർച്ചയെക്കുറിച്ചെല്ലാം അന്വേഷിച്ച് കൃത്യമായ ഒരു അന്വേഷണം മുന്നോട്ട് പോകുമോ? ഒപ്പം മറ്റു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മളൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോവുകയാണ്. കാരണം ഇത് പുറത്തെ കാണുന്ന ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് മാത്രമല്ല, ഇവിടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. ഈ കേസിലെ തന്നെ നമ്മൾ 420 സെക്ഷൻ കൂടി ഇട്ടിട്ടുണ്ട്. 5 ലക്ഷം രൂപ ഈ പ്രതിക്ക് ഈ വിക്ടിം കൊടുത്തതായിട്ടും മാസം ഒരു 40,000 തിരിച്ചു കൊടുക്കാനായിട്ടും അയാൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിലെ വ്യക്തിയോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഏതാ ഷെയർ മാർക്കറ്റാണ് ഇത്രയും വരുമാനം വരുന്നത്? മാസം 40,000. ഇത്രയും വലിയ കാർസ്, 40,000 ഫ്ലാറ്റ് റെന്റ്, 43,000 ഫ്ലാറ്റ് റെന്റാണ്. ഏത് ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും പൈസ കിട്ടുന്നത്? ഇതൊക്കെ നമ്മൾ ഉറപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. കേസ് എടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അതിൽ വേറെ എന്തെങ്കിലും പ്രതികളുണ്ടെങ്കിൽ നോക്കും. മറ്റു വേറെബൌട്ട് സംബന്ധിച്ച് എന്താണ് സാർ ഉള്ളത്? കൊച്ചിയിലെ ഫ്ളാറ്റിൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതി മാർട്ടിൻ ജോസഫിനെ എങ്ങനെ പിടികൂടി? ഇയാൾ ഏതൊക്കെ തരത്തിലാണ് യുവതിയെ ഉപദ്രവിച്ചത്? രക്ഷപ്പെടാനടക്കം എങ്ങനെ ശ്രമിച്ചു? പോലീസ് ഇന്നലെ ഇയാളെ അതിസാഹസികമായി എങ്ങനെ പിടികൂടി? ഇതൊക്കെ അടങ്ങുന്ന കാര്യങ്ങളാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത്. ഈ റെസിഡൻസ് അസോസിയേഷനുകളടക്കം കേന്ദ്രീകരിച്ച് ഇത്തരം ഫ്ളാറ്റുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നടപടിയെടുക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഒപ്പം ഈ പ്രതിയെ പിടികൂടാൻ സഹായിച്ച നാട്ടുകാരടക്കമുള്ള ആളുകൾക്ക് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. മറ്റൊരു പീഡന കേസ് കൂടി ഇയാൾക്കെതിരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ അന്വേഷണം കൂടി നടത്തുമെന്ന് ഇപ്പോൾ നാഗരാജു മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചു. ഒപ്പം തന്നെ ഈ പ്രതി എങ്ങനെ മറ്റിടങ്ങളിലടക്കം സഞ്ചരിച്ചു, ഇത്രയും നാൾ പിടിയിലായവർക്കൊക്കെയുള്ള ക്രിമിനൽ പശ്ചാത്തലം വെച്ച് ഇതെങ്ങനെ സാധ്യമായി എന്നതടക്കം പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു.